പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. തിരിച്ചടികൾ മീനുവിന് കൊടുക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് നീക്കങ്ങൾ സുമിതയും കൂട്ടരും മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതേ തുടർന്ന് ഒരു മോഷണ ശ്രമത്തിന് അവർ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി മീനു അവിടേക്ക് കടന്നു വന്നത് തിരിച്ചടിയായിരിക്കുകയാണ് അവരുടെ പ്രവൃത്തികൾക്ക്. ഇതോടെ മീനു അവരുടെ നീക്കങ്ങൾ കണ്ടുപിടിക്കുന്നു. ആകെ ഞെട്ടിപ്പോകുന്ന അവർ ഉടൻ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇതോടെ കളികൾ മനസ്സിലാക്കുന്ന മീനു തൽക്കാലത്തേക്ക് നിങ്ങളോട് ക്ഷമിക്കുകയാണ്, പക്ഷേ എപ്പോഴും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ നന്ന്. ഞാൻ എന്തായാലും ഈ കാര്യം തൽക്കാലം ആരോടും പറയുന്നില്ല, മനസ്സിലായോ? നന്ദിയുണ്ട് മീനു, ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അവർ. പക്ഷേ അവരെയൊന്നും വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മീനുവിന് ആദ്യമേ അറിയാമായിരുന്നു. ഇതോടെ തൽക്കാലത്തേക്ക് കാര്യങ്ങൾ ഇങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മീനു പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതിനിടയിൽ മുത്തശ്ശി പുതിയൊരു തിരിച്ചടിയുമായി മുന്നിലേക്ക് വന്നത് സൂരജിനെ ഞെട്ടിക്കുന്നു. ഇനിയും കാത്തിരിക്കാൻ വയ്യ സൂരജ്, എത്രയും പെട്ടെന്ന് തന്നെ വിവാഹത്തിന്റെ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാക്കണം. നീ ഒരു കാര്യം പറ എന്നോട്, വിവാഹത്തിന്റെ തീയതി ഞാൻ കുറിക്കട്ടെ? മുത്തശ്ശി, ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാ? എടാ, നിന്റെ വിവാഹകാര്യമല്ലേ ഞാൻ ഈ സംസാരിക്കുന്നേ. അത് ഇന്നായാലും നാളെ ആയാലും നടത്തണം. പിന്നെ എന്താ? നീ ആ കാര്യത്തിൽ ഒരു തീരുമാനം പറ. പക്ഷേ സൂരജ് ആകട്ടെ അപ്പോൾ ഒന്നും പറയാതെ പോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. മുത്തശ്ശി, എനിക്ക് കൂടുതലൊന്നും ഈ കാര്യത്തിൽ പറയാനില്ല എന്നതാണ് സത്യം. വിവാഹം ഇപ്പോഴൊന്നും എനിക്ക് വേണ്ട. ഞാൻ ആ തീരുമാനം മുൻപേ അറിയിച്ചതാണ്. മുത്തശ്ശി വെറുതെ ഓരോ കാര്യങ്ങൾ ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ സമാധാനം കളയുന്നത് എന്തിനാണ്? ഇതോടെ ഇനി എന്തു ചെയ്യണം എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്നാണ് മുത്തശ്ശിയുടെ ആരോഗ്യം മോശമാകുന്നതും മുത്തശ്ശി തല കറങ്ങി താഴെ വീഴുന്നതും. ഇതോടെ ഇത് കണ്ട് മീനുവാകെ ഞെട്ടിപ്പോവുകയാണ്. ഉടൻ തന്നെ മുത്തശ്ശിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് അവർ പറയുകയും ഇതേ തുടർന്ന് മുത്തശ്ശിയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കുതിച്ചെത്തുകയും ചെയ്യുന്നു. പരിശോധിക്കുന്ന ഡോക്ടർമാർ മുത്തശ്ശിയുടെ നില തൃപ്തികരം അല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. വയസ്സായതിൻ്റെ അസുഖങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് സൂരജ്. ഇതേ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന സൂരജ് മുത്തശ്ശിയോട് ക്ഷമ പറയാൻ തയ്യാറാകുന്നു. ഞാൻ മുത്തശ്ശിയെ വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല, ആ നേരത്തെ ഒരു ദേഷ്യത്തിൽ പറഞ്ഞതാണ്. മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം എന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ ഈ അവസരം മുതലെടുക്കുന്ന മുത്തശ്ശിയാകട്ടെ സുപ്രധാനമായ നീക്കം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനിയും എത്ര നാളിങ്ങനെ മുന്നിലേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് നിന്നോട്. നീ മീനുവിനെ വിവാഹം കഴിക്കണം. ഇതെൻ്റെ അവസാന ആഗ്രഹമായിട്ട് നീ കണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേട്ടതിനെ തുടർന്ന് ഒന്ന് ഞെട്ടിപ്പോകുന്ന സൂരജ് ഒടുവിൽ മുത്തശ്ശിയുടെ ഈ നിർബന്ധത്തിന് മുന്നിൽ വഴങ്ങിക്കൊടുക്കാൻ തയ്യാറാവുകയാണ്. Do like, share and subscribe.